السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ട് മരണം വരെ തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഏറെ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇനിയുള്ള 10 ദിവസങ്ങൾ, അതിൻ്റെ പകലുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്, ഏറെ മഹത്വമേറിയതാണ്. തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളും വർദ്ധിപ്പിച്ച് ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണങ്ങളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ച് നന്മകളിൽ മുന്നേറി അള്ളാഹുവിൻ്റെ ഇഷ്ടം കരഗതമാക്കാനുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. തക്ബീറുകൾ അധികരിപ്പിക്കണം. സാധാരണ പെരുന്നാളിന് മാത്രമാണ് നമ്മൾ തക്ബീറുകൾ ചൊല്ലാറുള്ളത്. ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചാൽ ഉറക്കയായും അല്ലാതെയും തക്ബീറുകൾ വർദ്ധിപ്പിക്കണമെന്നതാണ്. ദുൽഹിജ്ജ 9 മുതൽ അയ്യാമുത്ത ശരീക്കിൻ്റെ ദിവസങ്ങൾ വരെയാണ് നമസ്കാര ശേഷം തക്ബീറുകൾ സാധാരണ ചൊല്ലാറുള്ളത്. അതല്ലാത്ത സമയങ്ങളിലൊക്കെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ ഉറക്കെ തക്ബീറുകൾ ചൊല്ലണം എന്നാമുഖമായി സൂചിപ്പിക്കുകയാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ സാധാരണ ദിവസങ്ങളെപ്പോലെ കാണരുത്. പ്രത്യേകിച്ച് ദുൽഹിജ്ജ ആദ്യത്തെ 10 വെള്ളിയാഴ്ച. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ഒരു വെള്ളിയാഴ്ച മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ആ വെള്ളിയാഴ്ച ഏറെ പ്രാധാന്യത്തോടു കൂടി കണ്ട് വെള്ളിയാഴ്ചയുടെ മഹത്വം, പ്രത്യേകിച്ച് ദുൽഹിജ്ജ 10 വെള്ളിയാഴ്ച എന്നുള്ള നിലക്ക് തന്നെ ആ രൂപത്തിൽ ആ ദിവസത്തെ കാണുകയും മുൻഗാമികൾ അങ്ങനെ ആ ദിവസങ്ങളെയൊക്കെ പ്രാധാന്യത്തോടുകൂടെ കണ്ടിരുന്നു, അവർ സൽക്കർമ്മങ്ങളിൽ മുന്നേറിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കഴിയുന്നത്ര അമലുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ തിരഞ്ഞെടുക്കുക എന്നതും ഇന്ന അനുഗ്രഹമാണ് ഏറെ പ്രിയപ്പെട്ടത് എന്ന് പറയുക എന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ്. കാരണം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊക്കെയും ആസ്വദിച്ചും അനുഭവിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശമുള്ളത്, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് ആസ്വദിക്കാം, അനുഭവിക്കാം, പക്ഷേ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലാകണം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൊരുത്തമുള്ള മാർഗത്തിലാകണം എന്നതാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട 2 അനുഗ്രഹങ്ങളാണ്. ഒന്ന് ആരോഗ്യവും മറ്റൊന്ന് ഒഴിവ് സമയവും. ഭൂരിഭാഗം ആളുകളും വഞ്ചിക്കപ്പെടുന്നതും ആ അനുഗ്രഹങ്ങളിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവധിക്കാലം കടന്നു വരികയാണ്. അവധി എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഏതൊരാൾക്കും, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നാളെ അവധിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. അവധിക്കാലം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. ഇനി 2 ദിവസം അവധിയാണെന്ന് പറഞ്ഞാൽ, അതല്ല 9 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ പെരുന്നാളിന് ഇത്ര ദിവസം അവധിയാണെന്ന് കേൾക്കുമ്പോൾ ജോലിയെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷമാണ്. ഏതൊരാൾക്കും അതൊരു ആനന്ദമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറെ പ്രിയപ്പെട്ട പ്രാധാന്യമുള്ള 2 അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഒഴിവ് സമയം, അവധിക്കാലം എന്നുള്ളത്. ഈ അനുഗ്രഹത്തെ പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് വിശ്വാസി ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. നമുക്കറിയാം, ഇന്നത്തെ വിഷയം അവധിക്കാലവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ്. അവധിക്കാലം എന്ന് പറഞ്ഞാൽ അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവരോട് എന്ന് പറഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂൾ വെക്കേഷൻ കണക്കാക്കി നാട്ടിലേക്ക് പോകുന്നവരുണ്ട്. അതല്ല, കമ്പനിയിലെ നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സൗകര്യം എപ്പോഴാണോ അവധി നമുക്ക് നൽകുന്നത് ആ അവധി മനസ്സിലാക്കി നാട്ടിലേക്ക് പോകുന്നവരുണ്ട്. ഏത് സമയത്ത് നാട്ടിലേക്ക് പോകുന്നവരായാലും എപ്പോൾ യാത്ര ചെയ്യുന്നവരായാലും പ്രത്യേകിച്ചൊരു ദീർഘയാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു വിശ്വാസി മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ കൃത്യമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏതൊരു യാത്രയ്ക്കും അതിൻ്റെതായ പ്രയാസമുണ്ടാകും എന്നതാണ്. ഏത് യാത്രയ്ക്കും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, എല്ലാ യാത്രയ്ക്കും അതിൻ്റെതായ പ്രയാസമുണ്ട്. അസ്സഫറു ഖിത്അത്തും മിനൽ അസാബ് എന്നാണ്. യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ അത് ശിക്ഷയുടെ, പ്രയാസത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നതാണ്. യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, അത് ശരിയാണ്. പക്ഷേ യാത്ര എന്നത് അത് പ്രയാസത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ യാത്രയിൽ ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഉറക്കം നിങ്ങൾക്ക് ലഭിച്ചു കൊള്ളണം എന്നില്ല. അതേപോലെ തന്നെ ഭക്ഷണവും വെള്ളവും നിങ്ങൾക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് തടയപ്പെട്ടേക്കാം. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കാൻ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന ശേഷമായിരിക്കണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ യാത്രയിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി ഇത്തരം പ്രയാസങ്ങൾ വന്നാൽ അതിനെ തരണം ചെയ്യാൻ എങ്ങനെയാണ് എന്ന് ഏകദേശ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയായിരിക്കണം ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് ദീർഘയാത്രയ്ക്ക് തയ്യാറെടുക്കേണ്ടത് എന്നതാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. യാത്രയ്ക്ക് ഒരുക്കം വലിയ വിഷയമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ എത്രയോ നേരത്തെയാണ് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ടിക്കറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും, അതിനുവേണ്ട ഷോപ്പിംഗ് നടത്തിക്കൊണ്ടേയിരിക്കും. ശരിയാണ്, ഇതെല്ലാ ഒരുക്കങ്ങളും നടത്താറുണ്ടെങ്കിലും ഏതൊരു യാത്രയ്ക്കും ഒരുക്കം വേണമെന്നത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. പ്രത്യേകിച്ച് ആ ഒരുക്കങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം അത് തഖ്വയായിരിക്കണം എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
സൂറത്തുൽ ബഖറയിലെ 197 ആയത്ത്, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ. വതസവ്വദു, നിങ്ങൾ ഒരുക്കങ്ങൾ നടത്തണം. യാത്രയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തയ്യാറാക്കി വെക്കണം. അവസാന നിമിഷത്തിലേക്ക് കൊണ്ടുപോയി പിന്നെ അത് മറന്നു, അത് ശരിയായില്ല, അതെടുത്തില്ല, അത് മറന്നുപോയി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത് എന്നതുകൊണ്ടാണ് അള്ളാഹു നേരത്തെ തന്നെ ഒരു കൽപ്പനയായി നമ്മളോട് പറയുന്നത്. വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നോക്കൂ നിങ്ങൾ, ഒരുക്കങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തഖ്വയാകുന്നു എന്നതാണ്. ഒരുക്കങ്ങളുടെ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തഖ്വയാകണം. കാരണം സ്വാഭാവികമായും യാത്രക്കിടയിൽ നമ്മ വഴിതെറ്റിക്കുന്ന, തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നേക്കാം. അതേപോലെ തന്നെ ശൈത്താൻ പല മാർഗങ്ങളിലേക്കും കൊണ്ടുപോയേക്കാം. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാത്രയിലുടനീളം, ജീവിതത്തിലുടനീളം, പ്രത്യേകിച്ച് യാത്രയുടെ വിഷയത്തിൽ പറഞ്ഞു, നിങ്ങൾ തഖ്വ കൈവിടരുത് എന്നതാണ്, സൂക്ഷ്മത കൈവിടരുത് എന്നതാണ്. ഇനിയോ പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം യാത്ര ആരംഭിക്കേണ്ടത്. യാത്ര ആരംഭിക്കേണ്ടത് പ്രാർത്ഥനയോടുകൂടിയാണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമ്മൾ ദുആ ചെയ്യണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് പടച്ച റബ്ബേ നിന്നെ ഏൽപ്പിച്ച് നിന്നെ തവക്കുലാക്കി ഞാൻ ഇറങ്ങുകയാണ്. പലരും മറന്നു പോകാറുണ്ട് ഈ പ്രാർത്ഥന ചൊല്ലാൻ. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ നാമത്തിലാണ് വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവന് പ്രത്യേകമായ സംരക്ഷണം നൽകും എന്നതാണ്. ഇതൊരാൾ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് പറയപ്പെടും, യുഖാലു ഹീന ഇദിൻ ഹുദീത വകുഫീത വഉഖീത്. പ്രത്യേകമായി പറയപ്പെടുമെന്നാണ്. നമ്മൾ കേൾക്കൂല. പക്ഷേ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലതാ പ്രഖ്യാപിക്കുകയാണ്, വിളിച്ചു പറയുകയാണ്, ഹുദീത വകുഫീത വഉഖീത്. നീ ഇതാ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു, നിനക്കല്ലാഹുവിൻ്റെ എല്ലാ സംരക്ഷണവും ഇതാ ലഭിച്ചിരിക്കുന്നു, റബ്ബിൻ്റെ സംരക്ഷണം ഇതാ ലഭിച്ചിരിക്കുന്നുവെന്ന് വിളിച്ചു പറയുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഫതനഹാലഹു ശയാത്തീൻ. പിശാച് അവനിൽ നിന്നും മാറിപ്പോവുകയാണ്, പിശാച് അവനെ വിട്ട് മാറിപ്പോവുകയാണ്. ഇനിയോ ഫയഖൂലു ലഹു ശൈത്വാനുൻ ആഖർ. ഒരു പിശാചത മറ്റേ പിശാചിനോട് പറയുകയാണ്, കൈഫലക ബിറജുലിൻ, എങ്ങനെ നമുക്കിവനെ വഴിപിഴപ്പിക്കാൻ സാധിക്കും, എങ്ങനെ നമുക്കിവനെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം അവനിതാ സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞു, ഇനി അവനെ പിടിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. കാരണം അള്ളാഹു അവന് സംരക്ഷണം കൊടുത്തു. ഇനി അവൻ്റെ അടുത്തേക്ക് നമുക്ക് അടുക്കാൻ കഴിയില്ല, ഇനി അവനെ പിഴപ്പിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് ഒരു പിശാച് മറ്റേ പിശാചിനോട് പറയും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാറില്ല. സാധാരണ ബിസ്മില്ലാഹി തവക്കൽതു എന്ന് പറയാറുണ്ടെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ലഭിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇനിയോ നമ്മൾ വാഹനത്തിൽ കയറിക്കഴിഞ്ഞാൽ റസൂലുള്ള പറഞ്ഞു, അലാ ദിർവതി കുല്ലി ബഈരിൻ ശൈത്വാൻ. എല്ലാ വാഹനങ്ങളിലും ശൈത്വാൻ ഉണ്ടാകും, എല്ലാ വാഹനങ്ങളിലും പിശാചുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയണേ. വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം, അൽഹംദുലില്ലാ പറയണം, അല്ലാഹു അക്ബർ എന്ന് 3 തവണ പറയണം. വാഹനത്തിൽ കയറുമ്പോഴേ ബിസ്മില്ല പറയണം, അൽഹംദുലില്ലാ പറയണം, അല്ലാഹു അക്ബർ എന്ന് 3 തവണ പറയണം. തീർന്നില്ല, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ ദുആ ചൊല്ലണം. സ്വാഭാവികമായിട്ട് നമ്മൾ പലപ്പോഴും എന്താ പറയാറുള്ളത്, സുബ്ഹാനല്ലദീ മാത്രമാണ് അല്ലേ. ബിസ്മില്ല പറയണം, അൽഹംദുലില്ലാ പറയണം, അല്ലാഹു അക്ബർ 3 തവണ പറയണം. എന്നിട്ടാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുവാണ് ഈ വാഹനത്തെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ, നമുക്കതിന് കഴിയുമായിരുന്നില്ല.
ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിൻ്റെ അവസാനത്തെ പദം എന്താണ്? വാചകം എന്താണ്? വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ. ഞാൻ പോകുന്നത് എൻ്റെ കൂട്ടുകാരോടൊപ്പമാണ്, ഞാൻ പോകുന്നത് എൻ്റെ കുടുംബത്തോടൊപ്പമാണ്. സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്. പക്ഷേ എല്ലാ ഒരുക്കങ്ങളും ഉണ്ടെങ്കിലും, എത്ര സന്തോഷമുള്ള യാത്രയാണെങ്കിലും വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ. അല്ലാഹുവേ, എനിക്ക് തിരിച്ചു വരാനുള്ളത്, എനിക്ക് തിരിച്ചു മടങ്ങാനുള്ളത് നിന്നിലേക്ക് തന്നെയാണ്. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വാഹനമാണ്, എല്ലാവിധ സന്തോഷങ്ങളുമുള്ള യാത്രയാണ്. പക്ഷേ എനിക്ക് തിരിച്ചു പോകണം. എത്ര സന്തോഷമുണ്ടെങ്കിലും ഒരുക്കങ്ങളുണ്ടെങ്കിലും വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ. തിരിച്ചു പോകാനുള്ളത് റബ്ബേ നിന്നിലേക്കാണ് വരാനുള്ളത് എന്ന് പറഞ്ഞാൽ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വാഹനത്തിലേക്ക് പ്രവേശിക്കേണ്ടതും വാഹനത്തിൽ യാത്ര ആരംഭിക്കേണ്ടതും. എനിക്ക് കയറണം. എന്നെ ചുമന്നുകൊണ്ടു പോകുന്ന ഒരു മയ്യത്തു കട്ടിലേക്ക്, അത്തരമൊരു വാഹനത്തിലേക്ക് എന്നെ എടുത്തു വെക്കും. ആ വാഹനത്തിൽ കയറി റബ്ബേ നിന്നിലേക്ക് മടങ്ങി വരേണ്ടവനാണ് ഞാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വാഹനത്തിൽ കയറേണ്ടത്. എത്രയോ യാത്രകൾ, പ്രയാസമുണ്ടാക്കുന്ന യാത്രകൾ നമ്മൾ കേട്ടിരിക്കുന്നു, അല്ലേ? ഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ. റബ്ബേ, എനിക്കറിയില്ല ഈ യാത്ര എവിടെ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ, ഈ യാത്രയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ, ഈ യാത്രക്കിടയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ. നിന്നിലേക്കാണ് എനിക്ക് വരാനുള്ളത്. നമ്മൾ കണ്ടിട്ടില്ലേ എത്രയോ യാത്രകൾ അവസാന സമയത്തിൻ്റെ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ തന്നെ കാത്തു നിൽക്കുന്ന ആളുകളെ കാണാനുള്ള ആഗ്രഹങ്ങളുമായി അവസാന നിമിഷത്തിലേക്ക് അടുക്കുമ്പോഴാണ് പൊട്ടിത്തകർന്നു പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത്, അല്ലേ? വർഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ വീട്ടുകാരെ, കുടുംബക്കാരെ, നാട്ടുകാര്, കൂട്ടുകാരൊക്കെ ഒരു പക്ഷേ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാകും. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ അവരെ കാണാൻ കഴിയും. ആ ആഗ്രഹത്തോടു കൂടി ഇതാ അടുക്കാറായി, എത്താറായി, ലാൻഡ് ചെയ്യാറായി എന്ന് വിചാരിക്കുമ്പോഴേക്കും ആ സമയത്ത് സംഭവിക്കുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഇവിടെയാണ് വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ എന്ന പ്രാർത്ഥനയുടെ പ്രസക്തി. ഇത് ഓർമ്മിച്ചുകൊണ്ടാണ്, ഇത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ യാത്ര ആരംഭിക്കേണ്ടത്. പ്രാർത്ഥന അവിടെ അവസാനിക്കുന്നില്ല, അതിനുശേഷവും പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാസൽ ബിർറ വത്തഖ്വാ വമിനൽ അമലി മാ തർളാ. അല്ലാഹുവേ, ഈ യാത്രയിൽ നന്മകൾ ചെയ്യാനും തഖ്വയുണ്ടാകാനും നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള കഴിവ് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. പ്രാർത്ഥിക്കണം. സുബ്ഹാനല്ലദീ കൊണ്ട് അവസാനിക്കുന്നില്ല. ബൈഹാട്ടാക്കാത്തവർ ബൈഹാട്ടാക്കണം, അല്ലെങ്കിൽ എഴുതി വെക്കണം, എന്നിട്ട് ദുആ ചെയ്യണം. എത്ര വലിയ മഹത്വമേറിയ ദുആയാണെന്നറിയോ? അല്ലാഹുവേ, ഈ യാത്രയിൽ തഖ്വ എനിക്കാവശ്യമാണ്, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ എനിക്കാവശ്യമാണ്. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വതുവി അന്നാ ബുഅദഹു. അല്ലാഹുവേ, ഈ യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണമേ, ഈ യാത്രയുടെ ദൈർഘ്യം നീ ഞങ്ങൾക്ക് കുറച്ചു തരണമേ. വീണ്ടും രണ്ട് കാര്യങ്ങൾ ചോദിക്കുക. അല്ലാഹുവേ, യാത്ര എളുപ്പമാക്കി തരണേ, പ്രയാസങ്ങളൊന്നും ഉണ്ടാവരുത് റബ്ബേ, നിന്റെ സംരക്ഷണം ഉണ്ടാകണം റബ്ബേ. രണ്ടാമത്തെ കാര്യം, ഈ യാത്ര ഞങ്ങൾക്ക് ദൂരം കുറച്ചു തരണം റബ്ബേ എന്നാണ്. എന്താ അതിനർത്ഥം? 3000 കിലോമീറ്റർ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച 1500 ആവുന്നല്ല. പിന്നെന്താ? നമുക്കെന്നെ തോന്നാറില്ലേ, ദീർഘയാത്രയാണെങ്കിലും പെട്ടെന്ന് എത്തിയതുപോലെ? അത് അല്ലാഹുവിൻ്റെ ബർക്കത്താണ്, അത് പടച്ച റബ്ബിൻ്റെ ബർക്കത്താണ്. അതല്ല, ചില യാത്രകൾ എത്ര പോയാലും എത്തൂല, ദൂരൊന്നും കൂടിയിട്ടൊന്നല്ല, പക്ഷെ എന്തോ അല്ലാഹുവിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ബർക്കത്ത് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. അല്ലാഹുവേ, എൻ്റെ യാത്രയിലെ കൂട്ടുകാരൻ നീയാണ്, എൻ്റെ യാത്രയിലെ കൂട്ടുകാരൻ നീയാണ്, എൻ്റെ കുടുംബത്തിലെ പ്രതിനിധി നീയാണ്. അല്ലാഹുവേ, എൻ്റെ കുടുംബത്തിലെ പകരക്കാരൻ നീയാണ്. നമ്മൾ പോകുമ്പോഴേ നമ്മളെ യാത്രയ്ക്ക് ഒരു കൂട്ടുകാരൻ വേണം. എൻ്റെ യാത്രയിൽ റബ്ബേ എന്നോടൊപ്പമുള്ള കൂട്ടുകാരൻ നീയാണ്. അല്ലാഹുവേ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലം, അവിടെ എനിക്ക് പകരക്കാരനായി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ ഈ പ്രാർത്ഥന. അല്ലാഹുവേ, നീയാണ് എനിക്ക് പകരക്കാരൻ. തീർന്നില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ വകാബത്തിൽ മൻദർ.
അള്ളാഹുവേ, യാത്രയുടെ എല്ലാവിധ പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും എല്ലാവിധ മോശമായ നോട്ടങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ. എത്രയോ കാര്യങ്ങൾ ഒരു പക്ഷേ യാത്രക്കിടയിൽ കാണേണ്ടി വരും, ഹറാമായ രംഗങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരും. നോക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ കൺമുന്നിലൂടെ ഹറാമായ രംഗങ്ങൾ മുന്നിലൂടെ പോകുമ്പോൾ ഒരു പക്ഷേ കണ്ണുകൾ അതിലേക്ക് പോയേക്കാം. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, പടച്ച റബ്ബേ, അത്തരം അവസ്ഥയിൽ നിന്ന് എൻ്റെ കണ്ണിനെ നീ സംരക്ഷിക്കണേ, എൻ്റെ നോട്ടത്തെ നീ സംരക്ഷിക്കണേ. വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ. അള്ളാഹുവേ, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിലും എൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിലുമൊക്കെ പ്രയാസങ്ങളില്ലാതെ നീ സംരക്ഷിക്കണേ. ദുആ ചെയ്യണം. നാട്ടിലേക്ക് പോകുമ്പോൾ ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം, അല്ലേ? നമ്മൾ പറയണം, അള്ളാഹുവോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ. അള്ളാഹുവേ, എൻ്റെ യാത്രയിലെ കൂട്ടുകാരൻ നീയാണ് റബ്ബേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് വിമാനത്തിൽ കയറിയ യാത്ര ആരംഭിച്ചൊരു മുസ്ലിം പിന്നെ എങ്ങനെ ആ യാത്രയിൽ ഹറാമുകൾക്ക് സാക്ഷ്യം വഹിക്കും? ആ യാത്രയിൽ എങ്ങനെ സിനിമ ആസ്വദിക്കാൻ കഴിയും? ഹറാമായ രംഗങ്ങൾ എങ്ങനെ ആസ്വദിക്കാൻ കഴിയും? പലരും പറയാറുണ്ട്, നേരം പോണില്ല എന്നാ, നേരം പോണില്ല, അതുകൊണ്ട് ഇങ്ങനെ കുറച്ചു നേരം സിനിമ കാണാം, അല്ലേ? യാത്രയിൽ മൊബൈലിലൊക്കെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് പോവാം, എന്നിട്ടോ ഫ്ലൈറ്റിൽ ഇരുന്നു കൊണ്ട് സിനിമ ആസ്വദിക്കാം. 3.5 മണിക്കൂറല്ലേ, കുറേ നേരം അങ്ങനെ പോകുമല്ലോ എന്നാണ്. ആരും കാണാനില്ല എന്നുള്ള രൂപത്തിൽ പലരും മദ്യത്തിൻ്റെ രുചി ആസ്വദിച്ചു നോക്കാറുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, എത്രയോ മുസ്ലിം നാമധാരികൾ, എത്രയോ മുസ്ലിമീങ്ങളായ ആളുകൾ വിമാനത്തിൽ കയറിയാൽ മദ്യം രുചിച്ചു നോക്കാറുണ്ട്. അവിടെയാണ് അത്തരം ചിന്തകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് മുസ്ലിമായ ഒരു യാത്രക്കാരനോട് അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യാൻ പറയുന്നത്. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ. അല്ലാഹുവേ, ആരും കാണാനില്ലെങ്കിലും നീ എന്നോടൊപ്പമുണ്ട് റബ്ബേ, നീ എൻ്റെ കൂട്ടുകാരനാണ് റബ്ബേ. ഇത് പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കണം യാത്ര ചെയ്യേണ്ടത്. എല്ലാവരും പഠിക്കണം. നമ്മളൊക്കെ പ്രവാസികളാണ്, നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. നാട്ടിലേക്കാവട്ടെ അല്ലാത്ത സ്ഥലങ്ങളിലേക്കാവട്ടെ ദീർഘയാത്രകൾ നടത്തുന്നവരാണ്. എല്ലാവരും ഈ ദുആ കഴിയുന്നത് മനഃപ്പാടമാക്കണം. അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൊബൈലിലോ അല്ലെങ്കിൽ എങ്ങനെയാണോ നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നോക്കിയിട്ടാണെങ്കിലും ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. ഇതാണ് ആ വിഷയത്തിൽ ആദ്യമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, സമ്മാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് നാട്ടിലേക്ക്. പക്ഷേ പലരും, നമ്മളങ്ങനെയാണെന്നല്ല, മുസ്ലിമീങ്ങളായ ഒരുപാട് ആളുകളുണ്ട്, നാട്ടിലെൻ്റെ കൂട്ടുകാരുണ്ട്, അവർക്ക് ചില കുപ്പികൾ വേണമെന്നാണ്. ഞാൻ കഴിക്കൂല, പക്ഷേ അവൻ നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടാകും, നീ വരുമ്പോൾ ഇന്ന കുപ്പി വേണം, ഫോറിൻ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാറില്ലെങ്കിലും സഹോദരങ്ങളെ, നമ്മൾ അത്തരം കാര്യത്തിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കണം. ഫ്ലൈറ്റിൽ വെച്ച് കഴിക്കുന്ന ആളുകളുണ്ട്, അതൊന്നും അത്തരത്തിൽ അതിൻ്റെ ഭാഗമാകാനേ പാടില്ല. പലപ്പോഴും ചില ആളുകളൊക്കെ കേട്ടിട്ടുണ്ട്, തൊട്ടടുത്തിരിക്കുന്ന മുസ്ലിമാണ്, എന്നിട്ട് അവൻ നമ്മളോട് പറയും, മുസ്ലിം ആവട്ടെ, എന്നിട്ട് അവൻ നമ്മളോട് പറയും, നിനക്ക് വേണ്ടല്ലോ, നിൻ്റെത് എനിക്ക് വാങ്ങിത്തരുമോ? അപ്പം നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, അവരോട് പറയും എന്നാൽ അങ്ങോട്ട് കൊടുത്തോ. പാടില്ല. ഹറാമായ രംഗങ്ങൾക്ക് സാക്ഷിയാകാനോ സഹകരിക്കാനോ പാടില്ല. വലാ തആവനു, നിങ്ങൾ അത്തരം വിഷയത്തിൽ സഹകരിക്കരുത് എന്നതാണ്. അത്തരം കാര്യങ്ങളിൽ സഹകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നാട്ടിൽ പോയാൽ കൂട്ടുകാരോടൊപ്പം യാത്രകൾ പോകാറുണ്ട്, കൂട്ടുകാർക്ക് സൽക്കാരങ്ങൾ നടത്താറുണ്ട്, അക്കൂട്ടത്തിലും കുപ്പികൾ പൊട്ടിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട്. നമ്മൾ കഴിക്കൂല, നമ്മൾ തൽക്കാലം പോയി ഒരു പെപ്സിയോ ജ്യൂസോ അത്തരം കാര്യങ്ങളിലേക്ക് പോയി നമ്മൾ തൽക്കാലം പോരും. ഇല്ല, അതൊരിക്കലും പാടില്ലെന്നാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുദാറു അലൈഹൽ ഖംർ. മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ പോലും, അത്തരം സദസ്സുകളിൽ പോലും ഇരിക്കാൻ പാടില്ല. മദ്യം കഴിക്കുന്നവരോടൊപ്പം ഇരിക്കാൻ പാടില്ല. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ അതൊന്നും പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ രൂപത്തിൽ തഖ്വക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ യാത്രയിലോ തുടർന്നുള്ള സമയങ്ങളിലോ ഉണ്ടാകാൻ പാടില്ല എന്നത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, യാത്രയ്ക്ക് ഒരുക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഏതൊരുക്കമായാലും ഇസ്ലാമിക സംസ്കാരത്തിന് വിരുദ്ധമായ ഒരു ഒരുക്കവും പാടില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു ഒരുക്കവും നമ്മൾ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൊരുത്തമില്ലാത്ത ഒരു ഒരുക്കവും നമ്മൾ പാടില്ല. എത്രയോ ആളുകളുണ്ട് ഇവിടെയൊക്കെ
നെരിയാണിക്ക് മേലെ മുണ്ടുടുത്ത് ആ രൂപത്തിൽ നടന്നിരുന്ന ആളുകൾ. പക്ഷേ നാട്ടിലേക്ക് പോകുമ്പോൾ നെരിയാണിക്ക് താഴെയാണ് അവരുടെ വസ്ത്രം. എയർപോർട്ടിൽ നിന്നിറങ്ങി പെട്ടിയുമായി വരുന്നവരെ കാത്തു നിൽക്കുന്നവരുടെ മുന്നിലേക്ക് എങ്ങനെ നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിച്ചു പോയാൽ അവരാ രൂപത്തിൽ എന്നെ കാണില്ലേ എന്ന് വിചാരിച്ച് അതൊരു കുറവാണെന്ന് മനസ്സിലാക്കി പലരും ആ സമയത്ത് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചു പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പർദ്ദ ധരിച്ചു നടക്കുന്നവർ, ഇസ്ലാമിക വസ്ത്രധാരണ രീതി സ്വീകരിച്ചവർ. പക്ഷേ നാട്ടിലേക്ക് പോകുമ്പോൾ പർദ്ദ മാറ്റി വെക്കുകയാണ്, അനിസ്ലാമികമായ വസ്ത്രധാരണ രീതി സ്വീകരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിലുള്ള വസ്ത്രധാരണ രീതി സ്വീകരിക്കുകയാണ്. പ്രായപൂർത്തിയായ പെൺമക്കൾക്കതാ ആൺകുട്ടികളുടെ വേഷം ധരിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ യാത്രയിലാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ ഏത് സമയത്തും ഇസ്ലാമിക വസ്ത്രധാരണ രീതി സ്വീകരിക്കണം. പുരുഷന്മാരോട് പറഞ്ഞല്ലോ, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ. നെരിയാണിക്ക് താഴെ വസ്ത്രം പോയാൽ അവൻ നരകത്തില. അത് നരകത്തിയാണിക്ക് താഴെയാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് കയറ്റിവെക്കാൻ മനസ്സ് കാണിച്ചിട്ടില്ലെങ്കിൽ അവരെ കുറിച്ചാണ് പറയുന്നത് ഫഹുവ ഫിന്നാർ, അവൻ നരകത്തില. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ഇതും മനസ്സിലാക്കിയിട്ടും എൻ്റെ പാൻറ് നെരിയാണിക്ക് താഴെയാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് കയറ്റിവെക്കാൻ അവൻ്റെ മനസ്സിന് സമ്മതമില്ലെങ്കിൽ, അവൻ്റെ മനസ്സിന് തോന്നുന്നില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഭൂമി അങ്ങ് പിളർത്തുകയാണ്, എന്നിട്ട് അവനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ്. എന്നിട്ടതാ ഖിയാമത്ത് നാൾ വരെ ആ ഭൂമിക്കടിയിൽ കിടന്നുകൊണ്ടവൻ പിടഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര ഹദീസുകളാണെന്നറിയോ? നമ്മൾ മനസ്സിലാക്കണം. നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഒരുങ്ങിക്കോ, പക്ഷേ പുരുഷന്മാരെ, ആണുങ്ങളെ, സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം ഒരൊരുക്കവുമല്ല. മുസ്ലിമിൻ്റെ ഒരുക്കം അങ്ങനെയല്ല, ഇസ്ലാമിക വസ്ത്രധാരണ രീതിയായിരിക്കണം. അതുപോലെ തന്നെ സഹോദരിമാരും ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്ത്രീകളുടെ ഔറത്തെന്ന് പറഞ്ഞാൽ മുഖവും മുൻകൈയും ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഔറത്താണ്. ഒരന്യ പുരുഷനത് കാണാനിടവരല്ലേ. എത്ര ഹദീസുകളാണ് ആ വിഷയത്തിലുള്ളത്, എത്ര താക്കീതുകളാണ് ആ വിഷയത്തിലുള്ളത്. യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. നബിയെ, തങ്ങളുടെ ഭാര്യമാരോടും തങ്ങളുടെ പെൺമക്കളോടും സത്യവിശ്വാസിനികളായ മുഴുവൻ സ്ത്രീകളോടും പറയൂ നബിയെ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മുഖമക്കനകൾ കുപ്പായ മാറിടത്തിലൂടെ താഴ്ത്തിയിടാൻ പറയൂ നബിയെ. നോക്കൂ നിങ്ങൾ, കേവലം ഒരു തട്ടം ധരിച്ചാൽ പോരാ, തല മറച്ചാൽ പോരാ, മുടി മറച്ചാൽ പോരാ, അവരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടണം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, കുപ്പായ മാറിടത്തിലൂടെ അവരുടെ തട്ടം, അവരുടെ മുഖമക്കനെ താഴ്ത്തിയിടണം. എന്നിട്ടോ ദാലിക അജ്ന അൻ യുഅറഫ്ന ഫലാ യുഅസൈൻ. എന്തിനെന്നറിയോ? നമ്മൾ എയർപോർട്ടിലൂടെ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ കാണും, സ്വാഭാവികമാണ്. ആരും നോക്കിപ്പോകും ഒരു പക്ഷേ നോക്കുന്നവർക്ക് മനസ്സിലാവണം ഇത് മുസ്ലിം സ്ത്രീയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൽപ്പന നിറവേറ്റി നടക്കുന്ന വസ്ത്രം ധരിക്കുന്ന സ്ത്രീയാണെന്ന് കാണുന്നവർക്കും നോക്കുന്നവർക്കും മനസ്സിലാവണം. ഖുർആന്റെ കൽപ്പനയാണ്. ഇനിയും നോക്കൂ നിങ്ങൾ, ഏതെങ്കിലും ഒരു സ്ത്രീ വീട്ടിലല്ലാത്ത സന്ദർഭത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ, അഥവാ ഭർത്താവല്ലാത്തവരുടെ മുമ്പിൽ, അനുവദിക്കപ്പെടാത്തവരുടെ മുമ്പിൽ അവരുടെ ഔറത്തെങ്ങാനും വെളിവാക്കിയാൽ ഖറഖല്ലാഹു അൻഹാ സിദ്റതഹാ, അള്ളാഹു അവളിൽ നിന്നും മറ നീക്കിക്കളയും. അള്ളാന്റെ സംരക്ഷണം അങ്ങോട്ട് എടുത്തു കളയുന്നതാണ്. അള്ളാന്റെ ബർക്കത്ത് തന്നെ അവൾക്ക് നഷ്ടപ്പെടുന്നതാണ്. ആലോചിച്ച് നോക്കുങ്ങൾ, എത്ര ഗൗരവമാണ് ഈ വിഷയം. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തിൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ. വസ്ത്രം ധരിച്ചോ? ഉണ്ട്, പക്ഷെ ഔറത്തൊന്നും കൃത്യമായിട്ട് മറിച്ചിട്ടൊന്നുമില്ല. നേർത്ത വസ്ത്രങ്ങൾ, മറ്റുള്ളവർക്ക് ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ. അങ്ങനെ വസ്ത്രം ധരിക്കുന്ന സഹോദരിമാരെ, ലാ യദ്ഖുൽനൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, വലാ യജിദ്ന റീഹഹാ, സ്വർഗീയ സുഗന്ധം പോലും ആസ്വദിക്കാൻ കഴിയില്ല. ഒരുപാട് വിഷയം. നിങ്ങൾ ഒരുങ്ങിക്കോ,
നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ കുറേ നാളെത്തിട്ട് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ കാണണമൊക്കെ അല്ലേ, അതൊക്കെ ആയിക്കോ. പക്ഷേ ഇസ്ലാമിക വസ്ത്രധാരണ രീതിയിൽ ഒരുങ്ങാൻ സാധിക്കണം. പ്രായപൂർത്തിയായ പെൺമക്കൾക്ക് വസ്ത്രം ധരിപ്പിക്കണം, ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുത്തശബ്ബിഹാതി ബിർരിജാലി മിനൻ നിസാ വൽ മുത്തശബ്ബിഹീന ബിന്നിസാഇ മിനർ റിജാൽ. സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷന്മാരെയും പുരുഷ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെയും അല്ലാഹുവിൻ്റെ റസൂലും ശപിച്ചിരിക്കുന്നു. പ്രായപൂർത്തിയായ പെൺമക്കൾക്ക് വസ്ത്രം ധരിപ്പിക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി സഹോദരിമാരെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒരുക്കത്തിൻ്റെ ഭാഗമാണ് ശരി, പക്ഷേ പെൺകുട്ടികളാണോ പ്രായപൂർത്തിയായവരാണോ എങ്കിൽ അവൾക്കൊരു പെൺകുട്ടിയുടെ വസ്ത്രം പെണ്ണിൻ്റെ വസ്ത്രമായിരിക്കണം. ശ്രദ്ധിക്കണം. പല ആളുകളും ഒരുങ്ങുമ്പോൾ ചെയ്യാറുണ്ട്, സ്ത്രീകളൊക്കെയാണ് സാധാരണ ഒരുങ്ങുമ്പോൾ കൂടുതൽ, ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി പറയല്ലോ കേട്ടോ, അങ്ങനെ സ്വാഭാവികമായിട്ടും കൂടുതൽ കാണുന്നത് അങ്ങനെയാണ്. കൺപുരികങ്ങൾ വടിച്ചു കളയാറുണ്ട് അല്ലേ? കൺപുരികങ്ങൾ വടിച്ചു കളയാറ് കുറേ പേരൊക്കെ ഇട്ട് വിളിക്കാറുണ്ടല്ലോ അതിന്. അതുപോലെ തന്നെ കൺമഷി എഴുതാറുണ്ട്, കണ്ണെഴുതാറുണ്ട്. കണ്ണെഴുതാം ഒരു പെണ്ണിന്, സുഗന്ധം പൂശാം ഒരു പെണ്ണിന്, പക്ഷേ അന്യ ആണുങ്ങളുടെ മുമ്പിലല്ല. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് പടച്ച റബ്ബിനെ സാക്ഷി നിർത്തി നിങ്ങളുടെ വലിയിൽ നിന്നും ഏറ്റെടുത്തൊരു പുരുഷൻ ആകാശത്തിന് കീഴെ ഒരാളേ ഉള്ളൂ, അയാൾക്ക് മുമ്പിൽ മാത്രം, മറ്റൊരാൾക്ക് മുമ്പിൽ പാടില്ല. നിങ്ങൾക്ക് കണ്ണെഴുതാം അല്ല, കണ്ണെഴുതണം നിങ്ങൾ. സുഗന്ധം പൂശാമെന്നല്ല, സുഗന്ധം ഉപയോഗിക്കണം നിങ്ങൾ. എവിടെ? ഇപ്പറഞ്ഞ ഒരാളുടെ മുന്നിൽ മാത്രം, മറ്റൊരാളുടെ മുന്നിലേക്ക് അത് പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി വിരോധിച്ച കാര്യമാണ് പുരികം വടിക്കുക എന്നുള്ളത്. പുരികം വടിക്കുന്ന സ്ത്രീകളെയും വടിച്ചു കൊടുക്കുന്ന സ്ത്രീകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. മുടി ഏച്ചു കെട്ടുന്നവനെയും കെട്ടിക്കൊടുക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഒരുക്കത്തിൻ്റെ ഭാഗമല്ലേ, പല ആളുകളും ചെയ്യാറില്ലേ? നമ്മളല്ല കേട്ടോ, കുറേ ആളുകൾ ചെയ്യാറുണ്ടല്ലോ. ഇതൊക്കെ ഏറെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അതേപോലെ തന്നെ സഹോദരിമാരെ, നിങ്ങൾ ഒരു കാരണവശാലും യാത്രയിൽ നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കരുത്. ഇതൊക്കെ നിർദ്ദേശമാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ശക്തമായി നിരോധിച്ച കാര്യമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ സുഗന്ധം ഉപയോഗിക്കുകയും എന്നിട്ട് ആ സുഗന്ധം മറ്റേതെങ്കിലും ഒരു അന്യപുരുഷൻ ആസ്വദിക്കാൻ ഇടവരുകയും ചെയ്താൽ അവളെക്കുറിച്ച് പറഞ്ഞ വാചകം ഫഹിയ സാനിയ. നമുക്കറിയാലോ അതിൻ്റെ അർത്ഥം, ഞാൻ പറയണ്ടല്ലോ. സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ട സ്ത്രീ സാനിയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹോദരിമാരെ നമ്മൾ അങ്ങനെയാകരുത്, ശ്രദ്ധിക്കണം. ഇതൊക്കെ സാധാരണ ഒരുങ്ങുമ്പോൾ ഉണ്ടാവാറുള്ളതാണ് സമൂഹത്തിൽ. ഇതൊന്നും വലിയ ഗൗരവമായിട്ട് ആരും കാണാറില്ല. മുടി കറുപ്പിക്കുന്നവരുണ്ട്. നാട്ടിലേക്ക് പോകുമ്പോൾ മുടി നര വന്നാൽ അതൊരു നാണക്കേടാണ്. അപ്പോൾ ആളുകളൊക്കെ കണ്ട് എന്ത് വിചാരിക്കും, കുറച്ചൊക്കെ പ്രായമായി എന്ന് എനിക്ക് അവർ മനസ്സിലാക്കോ എന്നൊക്കെ വിചാരിച്ച് അതൊരു കുറവായി കണ്ട് നര വന്നാൽ അത് കറുപ്പിക്കുന്നവരുണ്ട്. പാടില്ലെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അന്നതു ഫി ശൈബ്. നിങ്ങൾ ഒരിക്കലും നരവന്ന മുടി പറിച്ചു കളയരുത്. സ്വഹീഹായ ഹദീസാണ്. ഒരു കാരണവശാലും നിങ്ങൾ പറിച്ചു കളയരുത്. വക്കാല, എന്നിട്ട് പറഞ്ഞു, ഇന്നഹു നൂറുൽ മുസ്ലിം, അത് മുസ്ലിമിൻ്റെ പ്രകാശമാണ്. നരവന്ന സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു രോമം, ഏതെങ്കിലും ഒരു മുടി, താടി രോമങ്ങളാവട്ടെ തലയിലെ രോമങ്ങളാവട്ടെ, ഏതെങ്കിലും ഒരു മുടി നരച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിമിൻ്റെ പ്രകാശമാണെന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. നരവന്നാൽ അത് മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമെന്ന മറ്റൊരു ഹദീസിൽ, നരവന്നാൽ നിങ്ങൾക്കൊരു നന്മ രേഖപ്പെടുത്തുമെന്ന മറ്റൊരു ഹദീസിൽ, നരവന്നാൽ നിങ്ങൾക്ക് ഒരു തിന്മ മായ്ച്ചു കളയുമെന്ന മറ്റൊരു ഹദീസിൽ, നരവന്നാൽ നിങ്ങളുടെ ഒരു പദവി ഉയർത്തപ്പെടുമെന്നാണ് വേറൊരു ഹദീസിൽ. എത്ര ഹദീസിലാണെന്നറിയോ? അതൊന്നും ഗൗരവമായിട്ട് കാണുന്നില്ല പലരും. ശക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. യകൂനു ഖൗമുൻ യഖ്തലിബൂന ഫീ ആഖിരി സമാനി ബിസ്സവാദ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളം വിശദീകരിക്കുന്നിടത്താ റസൂലുള്ളാഹി പറയുന്നത്, അവസാന കാലത്തൊരു വിഭാഗം ആളുകൾ വരും. അവസാന കാലത്തൊരു വിഭാഗം ആളുകൾ വരും. എന്താണ് അവരുടെ പ്രശ്നം, എന്താണ് അടയാളം എന്നറിയുമോ? അവർ നരവന്ന മുടി കറുപ്പിക്കും.
ബിസ്സവാദ്, അവർ നരവന്ന മുടി കറുപ്പിക്കും. എന്നിട്ട് പറഞ്ഞു കഹവാസിലിൽ ഹമാം, പ്രാവുകളുടെ ചിറക് പോലെ. അങ്ങനെ പറയാൻ കാരണം ചില മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നുണ്ട്. ചില പ്രാവിനെ കണ്ടിട്ടില്ലേ, കുറച്ചു ഭാഗം കറുത്തിട്ടും കുറച്ചു ഭാഗം വെളുത്തിട്ടും അല്ലേ, ആ രൂപത്തിൽ ആകും എന്നുള്ളതാണ് ചില മുഹദ്ദിസുകൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഈ രൂപത്തിൽ പെട്ടെന്നൊരു പ്രാവിനെ കണ്ടാൽ കറുത്തിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നൊക്കെ പറയുന്നു. അല്ലാഹു ആലം. ഏതായിരുന്നാലും അത്തരം ആളുകളെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു, ലാ യരിഹൂന റായിഹത്തൽ ജന്ന, അവർ സ്വർഗീയ സുഗന്ധം പോലും ആസ്വദിക്കുകയില്ല. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കേട്ടോ. നിസ്സാര വിഷയമല്ല എന്ന് ഓരോരുത്തരും തിരിച്ചറിയുക. കറുപ്പല്ലാത്ത മറ്റു കളർ ഉപയോഗിക്കാം, മൈലാഞ്ചി ഉപയോഗിക്കാം, ചുവപ്പും മഞ്ഞയും കലർന്ന കളറുകൾ ഉപയോഗിക്കാമെന്നല്ല, ഉപയോഗിക്കണമെന്ന വലിയ പ്രോത്സാഹനമാണ് ഹദീസിലുള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് സ്വഹാബത്ത്, ചില അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, താങ്കളുടെ ആ ഭാഗത്ത് താടി രോമത്തിന് കളർ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്, മൈലാഞ്ചി ഇടുക എന്ന് മറ്റു ചില റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പം കറുപ്പല്ലാത്ത അനുവദിക്കപ്പെട്ട മറ്റു കളറുകൾ ആ വിഷയത്തിൽ സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഒരുക്കങ്ങൾ ആവശ്യമാണ്, പ്രത്യേകിച്ച് ദീർഘയാത്ര പോകുമ്പോൾ, നാട്ടിലേക്ക് പോകുമ്പോൾ. പക്ഷേ ഇസ്ലാമിക സംസ്കാരത്തിന് യോജിക്കാത്ത വേഷവിധാനങ്ങളോ അതേപോലെയുള്ള രൂപങ്ങളോ പെരുമാറ്റങ്ങളോ ഒന്നും നമ്മുടെ യാത്രയിലോ അതേപോലെ തന്നെ നമ്മുടെ ജീവിത രീതിയിലോ വേഷവിധാനത്തിലോ ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. യാത്രയുടെ മറ്റൊരു പ്രത്യേകതയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സന്ദർഭമാണ് യാത്ര. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പല ആളുകളും യാത്രയിൽ സമയം പോണില്ല എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹു നിങ്ങൾ എന്ത് ചോദിച്ചാലും ഉത്തരം നൽകാമെന്ന് പറഞ്ഞൊരു സമയം. സലാസു ദഅവാതിൻ മുസ്തജാബാതുൻ ലാ ശക്ക ഫീഹിന്ന, സാധാരണ എല്ലാവർക്കും അറിയുന്നൊരു പ്രയോഗമല്ല, ലാ ശക്ക ഫീഹിന്ന, ഒരു സംശയം വേണ്ട എന്നാണ് റസൂലുള്ളാഹിന്റെ വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംശയം വേണ്ട, 3 പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നുള്ള വിഷയത്തിൽ, 3 പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന വിഷയത്തിൽ. ഏതൊക്കെയാണ് 3 പ്രാർത്ഥന എന്നറിയോ? ദഅവത്തുൽ വാലിദ്, സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന. ചില റിപ്പോർട്ടിൽ പിതാവിൻ്റെ പ്രാർത്ഥന എന്ന് തന്നെയുണ്ട്. വാപ്പ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദഅവത്തുൽ മുസാഫിർ, രണ്ടാമതായി പറഞ്ഞു യാത്രക്കാരൻ്റെ ദുആ. വദഅവത്തുൽ മദ്ലൂം, മർദിതന്റെ പ്രാർത്ഥന. നമ്മൾ മുഖേന ഏതെങ്കിലും ഒരുത്തൻ കരയാനോ മനസ്സ് വേദനിക്കാനോ ഇട വന്നാൽ അവനെങ്ങാനും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ പ്രാർത്ഥന പടച്ചുറപ്പ് ഉടൻ സ്വീകരിക്കും. 3-ാമത്തെ കാര്യം അതാണ്. 1-ാമത്തെ കാര്യം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ. 2-ാമത്തെ കാര്യം യാത്രക്കാരൻ്റെ പ്രാർത്ഥന. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സമയം പോണില്ല എന്ന് ആരും പറയുന്നത്, ദുആ ചെയ്തിരുന്നിട്ട് നിങ്ങളെ, പ്രത്യേകിച്ച് പല ആളുകളും ഈ അടുത്ത ദിവസങ്ങളിൽ നാട്ടിൽ പോകുന്നില്ലേ, പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളിലാണ് യാത്ര. ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കൂലേ? അതുകൊണ്ടുള്ള സമയത്ത് ഒരു സുബ്ഹാനല്ലാഹ് മതി, അതായിരിക്കാം സ്വർഗത്തിലേക്ക് പോകാൻ നാളെ പരലോകത്ത് കാരണമാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു അൽഹംദുലില്ലാഹ് മതി, ഒരു അല്ലാഹു അക്ബർ മതി. അതുകൊണ്ട് അതൊന്നും നിസ്സാരമായി ആരും കാണരുതേ എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ വിഷയം. യാത്രയിൽ നമസ്കാരം നഷ്ടപ്പെടാറുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ പിന്നെ നിസ്കരിച്ചാലും എല്ലാം കൂടി ഒന്നിച്ച് നിസ്കരിക്കാമെന്നാണ്. യാത്രയിലെ നിസ്കാരമൊക്കെ നഷ്ടമായിട്ട് എല്ലാം കൂടി ഒന്നിച്ച് നിസ്കരിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന മനസ്സിലാക്കിയ ആളുകളുണ്ട്. ഇനി യാത്രയിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നറിയാത്തവരുണ്ട് ഇല്ലേ? എത്രയോ ആളുകൾ, മുസ്ലിം നാമധാരി തട്ടമിട്ട സഹോദരിമാരൊക്കെ ചുറ്റും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ടാകും, പക്ഷേ നിസ്കരിക്കുന്നില്ല പലരും. നമ്മൾ നോക്ക്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു, ഒരു കാരണവശാലും യാത്രയിലാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ് നമസ്കാരം. അത് ഒഴിവാക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. ഖുർആൻ കൃത്യമായി പറഞ്ഞു, വഇദാ ദറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തക്സുറൂ മിനസ് സ്വലാത്ത്. നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കസറാക്കാൻ അഥവാ ചുരുക്കി നിർവഹിക്കാൻ അതിൽ തെറ്റില്ല. കസറാക്കി നിസ്കരിക്കാം. നമ്മൾ ജമ്മു കസർ എന്ന് പഠിച്ചിട്ടില്ലേ? എന്താ കസർ എന്ന് പറഞ്ഞാൽ? 4 റക്കത്തുള്ള നിസ്കാരം 2 റക്കത്തായി നിസ്കരിക്കുക. ളുഹറും അസറും ഇശാഉം
കസറാക്കാം. സുബിഹിയും മഗ്രിബും കസറാക്കാൻ പാടില്ല. അപ്പം 4 റക്കത്തുള്ള 2 റക്കത്തായി നിസ്കരിക്കാം. ഇനിയോ ജമ്മും കസറുമാക്കാം. എന്താ ജമ്മു എന്ന് പറഞ്ഞാൽ? ഒരു നമസ്കാരത്തെ മറ്റൊരു നമസ്കാരത്തിലേക്ക് കൂട്ടുക, ചേർക്കുക. ഒന്നുകിൽ മുന്തിക്കാം, അല്ലെങ്കിൽ പിന്തിക്കാം. ഒന്നുകിൽ ലുഹറിൻ്റെ സമയത്ത് ലുഹറും അസറും നിസ്കരിക്കാം, അല്ലെങ്കിൽ അസറിൻ്റെ സമയത്ത് ലുഹറും അസറും നമസ്കരിക്കാം. അതുപോലെ തന്നെ മഗ്രിബും ഇശാവും. നമ്മുടെ നാട്ടിലാണെങ്കിൽ, നാം ജീവിക്കുന്ന പ്രദേശത്താണെങ്കിൽ അവിടെ കസറില്ല, അവിടെ ജമ്മു മാത്രമേ ഉള്ളൂ. യാത്ര ആരംഭിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ നിന്ന് കസറാക്കാം. നാം ജീവിക്കുന്ന നാം താമസിക്കുന്ന പ്രദേശത്ത് കസറാക്കേണ്ടതില്ല, അവിടെ ജമ്മാക്കാം. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, പകൽ 1 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഫ്ലൈറ്റ് ഒരു 4 മണിക്കായിരിക്കും. അവിടെ പോയി എല്ലാം ജമ്മാക്കി നിസ്കരിക്കാം, 4+4. ഇനി അതല്ല, നമ്മൾ യാത്ര ഇവിടെ നിന്നൊക്കെ പുറപ്പെട്ട് എയർപോർട്ടിൽ എത്തിയിട്ടാണോ ഒരു 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒരു പക്ഷേ നമുക്ക് ഫ്ലൈറ്റിൽ കയറി, 5 മണിക്ക് മുമ്പായി ഫ്ലൈറ്റിൽ കയറി. അപ്പം മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല നമ്മൾ. ഇശാ നിസ്കരിച്ചതിന് ശേഷം ഇശായിൻ്റെ സമയം കഴിഞ്ഞിട്ടായിരിക്കും നാട്ടിലേക്ക് എത്തിൽ വേണമെങ്കിൽ ജമ്മാക്കാം. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സാധാരണ വക്തുകൾ നമസ്കരിക്കാം. ഇതാണ് ജമ്മും കസറും എന്നുള്ള രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, സുബിഹിൻ്റെ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ ആളുകൾ സാധാരണ പോകാറുള്ളത് രാത്രിയിലാണ്. സുബിഹിൻ്റെ സമയത്ത് ഫ്ലൈറ്റിലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നാട്ടിലെത്തി പുറത്തിറങ്ങി വരുമ്പോഴേക്കും സുബിഹിൻ്റെ സമയം കഴിയും 8 മണി 9 മണിയൊക്കെ ആവും. അപ്പോൾ എന്ത് ചെയ്യും? സുബിഹി നമുക്ക് നിസ്കരിക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് അത് ഫ്ലൈറ്റിൽ വെച്ച് നമ്മൾ നിസ്കരിക്കണം. നേരത്തെ പറഞ്ഞ നമസ്കാരങ്ങളും ഫ്ലൈറ്റിൽ വെച്ച് നിസ്കരിക്കാം, അത് പ്രശ്നമില്ല. യാത്രക്കാരൻ്റെ നമസ്കാരം, സുബിഹി നമസ്കാരം ഒരു കാരണവശാലും നമുക്ക് ജമ്മാക്കാനോ കസറാക്കാനൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് നിർബന്ധമായും അതിൻ്റെ സമയത്ത് നമ്മൾ എവിടെയാണോ, ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റിൽ, മറ്റു വാഹനത്തിലാണെങ്കിൽ അങ്ങനെ ആ യാത്രയിൽ തന്നെ നമ്മൾ നമസ്കരിക്കണം സഹോദരങ്ങളെ. എങ്ങനെ ഇരുന്ന് നിസ്കരിക്കാം? ഫ്ലൈറ്റിലാകുമ്പോൾ നമുക്ക് മുസല്ലൊക്കെ ഇട്ട് നിസ്കരിക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന് നിസ്കരിക്കാം. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? പഠിക്കണം. ഇപ്പോൾ ഇരുന്ന് എങ്ങനെ നിസ്കരിക്കേണ്ടതെന്നും പറഞ്ഞു തരാനുള്ള ഒരു രൂപമല്ലല്ലോ, പക്ഷേ നിങ്ങൾ പഠിക്കണം. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ക്ലാസ്സിന് ശേഷം പറഞ്ഞു തരാം. ഇരുന്ന് നമസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ റുക്കൂ ചെയ്യുന്നത് പോലെ നമ്മളെ മുട്ടിലല്ല കൈവെക്കേണ്ടത്. ഈ ഭാഗം നമ്മുടെ മുട്ടിലല്ല, ആ മുട്ടിൽ വെക്കേണ്ടത് ഈ ഭാഗമാണ്. ഇങ്ങനെ വെക്കണം. ഈ ഭാഗം ഇതാണ് എൻ്റെ മുട്ടെങ്കിൽ കുറച്ചിങ്ങനെ നീട്ടി വെക്കണം ഇരുന്ന് നിസ്കരിക്കുമ്പോൾ. സാധാരണ ചില ആളുകൾ മുട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കുനിയുന്ന രൂപത്തിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെയല്ല, ശരിക്ക് കുറച്ച് കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. റുക്കൂ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ മുട്ടിൽ തന്നെ വെച്ചാൽ മതി. ശരി, അതവിടെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് സഹോദരങ്ങൾ, നമസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്. യാത്ര എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹത്തിൽ നമസ്കാരം ഒഴിവാക്കരുത്. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ സംശയം ഉണ്ടാകും, നിസ്കരിക്കണമെങ്കിൽ വുളു വേണ്ടേ? നിസ്കരിക്കണമെങ്കിൽ വുളു വേണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ചിലപ്പോൾ വുളു എടുക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ തയമ്മും ചെയ്യാം. വെള്ളം കിട്ടാത്ത സാഹചര്യത്തിലോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലോ നമുക്ക് തയമ്മും ചെയ്യാം. എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്? ശുദ്ധമായ സ്ഥലത്ത് കൈപ്പടങ്ങൾ കൊണ്ടടിച്ച് മുഖവും മുൻകൈയും ഒരു തവണ തടവുക. ഒരു തവണ തടവിയാൽ മതി. ഏതെങ്കിലും ശുദ്ധമായ സ്ഥലം, നമ്മളെ മുന്നിൽ ശുദ്ധമായ സ്ഥലം ഏതായിരിക്കും? ഒരു പക്ഷേ നാം ഇരിക്കുന്ന സീറ്റിൻ്റെ മുന്നിലെ സീറ്റിൻ്റെ പിൻഭാഗം, അവിടെ ആളിരിക്കുന്നുണ്ടെന്നുള്ള ഓർമ്മ ഉണ്ടായാൽ മതി. ആ രൂപത്തിൽ കുറച്ച് അധികം ശക്തിയിലല്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്താൽ മതി? ഒന്ന് കൈകൾ കൊണ്ട് അമർത്തി ആദ്യം മുഖം ഇങ്ങനെ തടവാം, ഒറ്റ തവണ. തൈമമിൻ്റെ രൂപമാണിത്. ഒരു തവണ മുഖം ഇങ്ങനെ തടവാ. രണ്ടാമത്തേത് ഇടത് കൈ കൊണ്ട് വലത് കൈയിൻ്റെ മേലെയും വലത് കൈ കൊണ്ട് ഇടത് കൈയിൻ്റെ മേലെയും തടവാ. ഇതാണ് തൈമം. അതല്ലാതെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ തടവേണ്ടതില്ല, ഇങ്ങനെ തടവേണ്ടതില്ല. തൈമം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ സ്ഥലത്തടിച്ച് മുഖം ഒരു പ്രാവശ്യം തടവുക, അത് കഴിഞ്ഞിട്ട് ഇടത് കൈ കൊണ്ട് വലത് കൈയിൻ്റെ മേലെ തടവുക, ഇടത് കൈ കൊണ്ട് വലത് കൈയിൻ്റെ മേലെ തടവുക. ഇതാണ് തയമ്മും എന്ന് പറഞ്ഞാൽ. അപ്പോൾ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള ഒരു വിഷയമാണ് സഹോദരങ്ങളെ തയമ്മും എന്നുള്ളത്. അതുകൊണ്ട് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. കിബില യാത്രക്കാരന് പ്രശ്നമല്ല. യാത്രക്കാരന് കിബില പ്രശ്നമല്ല. അപ്പം നമ്മൾ പൈലറ്റിനോട് പോയിട്ട് പറയാണ്, എനിക്ക് കിബിലക്ക് നേരെ വിട്, എനിക്ക് നാട്ടിൽ അത് പറ്റൂലല്ലോ. അതുകൊണ്ട് എവിടേക്കാണോ പോകുന്നത് കിബില എന്ത് ചെയ്യില്ല, അത് പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുക. ഏത് വേണ്ട വേണ്ട, നിസ്കരിച്ചാൽ പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഇല്ലില്ല, അതെ അതെ, ശരി.
അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാട്ടിലേക്കൊക്കെ പോകാൻ തീരുമാനിച്ചാൽ, ഞാനത് വിശദീകരിക്കണം, എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്, പക്ഷേ സൂചിപ്പിക്കുന്നത് മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു പണി എന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിൻ്റെ പണിയാണ്. എല്ലാവർക്കും ഉണ്ടാകും, ആവശ്യത്തിനൊക്കെ വാങ്ങണം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കണം, ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, അത്യാവശ്യത്തിനുമപ്പുറം ആവശ്യത്തിനും വാങ്ങാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആവശ്യമുണ്ട്, ആവശ്യത്തിനാണ് എന്ന് ഉറപ്പുവരുത്തണം. ഒരിക്കലും അനാവശ്യമായി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടുക, ഇതിങ്ങനെ ആ ട്രോളിങ് കൊണ്ടുപോയി കാണുന്നൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിടുക, ആ രൂപത്തിലുള്ളൊരു ഷോപ്പിംഗ് ഒരു മുസ്ലിമിനുണ്ടാകാൻ പാടില്ല. എനിക്കെന്താണോ ആവശ്യം, നാട്ടിലേക്ക് പോകുമ്പോൾ ആർക്കെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കണം, അത് ഞാൻ വരുന്നുണ്ട് പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആവാം, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ അത് ആവശ്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കണം. ആയത്തുകൾ ഓതുന്നില്ല, അറിയാം, ഒരിക്കലും ദൂർത്ത് കാണിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാട്ടിൽ പോയാൽ, നാട്ടിലെത്തി, നമ്മളിപ്പോൾ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി, നമ്മൾ വീട്ടിലാണ്. കൂടുതൽ സമയം മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ളവരുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് ആ മാതാപിതാക്കളുടെ അടുത്താണ്. ഏറ്റവും കൂടുതൽ സമയം ഫാമിലിയുമായി പോകുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ ആ രൂപത്തിൽ. അല്ലാത്തവരുണ്ടെങ്കിൽ പോലും നമ്മുടെ ഫാമിലിയോടൊപ്പം താമസിക്കുമ്പോഴും ജീവിക്കുമ്പോഴും നമ്മുടെ ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം. അവരുടെ ഇഷ്ടം നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ സന്തോഷിപ്പിക്കണം. അവരുടെ അടുത്തിരുന്ന് അവരെ ഒന്ന് തലോടുന്ന ഒരു നിമിഷമുണ്ടെങ്കിൽ അതും മതി. നേരത്തെ പറഞ്ഞില്ലേ, ആ ഉമ്മയും ഉപ്പയും ഒന്ന് പ്രാർത്ഥിച്ചാൽ അതും മതി നമുക്ക്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് പറയാൻ കാരണം എന്താണെന്നറിയോ? പലപ്പോഴും നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നേരത്തെ തന്നെ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. മൂന്നാറിലേക്ക് 3 ദിവസം, വയനാട്ടിലേക്ക് 4 ദിവസം, അല്ലേ? എന്നിട്ട് ആരാ ഫാമിലിയായിട്ട്, നിങ്ങളല്ലോ നമ്മളല്ലോ, കുറേ ആളുകൾ അങ്ങനെയാണ്. ഈ ശബ്ദം പിന്നീട് ആരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കുറേ ആളുകളുണ്ട് ഫാമിലിയുമായിട്ട് ഇവിടെ ജീവിക്കുന്നവർ. എന്നിട്ടോ നാട്ടിലേക്ക് പോകുമ്പോൾ മൂന്നാറിലേക്ക് 3 ദിവസം, വയനാട്ടിലേക്ക് 5 ദിവസം, ആകെ പോണ 28 ദിവസത്തിനാണ്. എന്നിട്ട് കുറച്ച് സമയം ഉമ്മാൻ്റെ ഒപ്പോ അല്ലെങ്കിൽ ആ രൂപത്തിൽ അതെന്നെ ഉറങ്ങാനായിട്ട് രാത്രിയായിരിക്കും കയറി വരുന്നത്. യാത്ര പോകണ്ടാന്നോ, യാത്ര നടത്തണ്ട എന്നൊന്നുമല്ലേ പറഞ്ഞത്. അതൊക്കെയാവാം, അനുവദിക്കപ്പെട്ട ഏത് യാത്രകളുമാകാം. പക്ഷേ ഉമ്മയെ ഉപ്പയെ മറന്നുകൊണ്ടുള്ളൊരു യാത്ര നമുക്ക് വേണ്ടതില്ല. അവരുടെ സാമീപ്യം നമുക്കുണ്ടാകണം. എവിടേക്കെങ്കിലും പുറത്തിറങ്ങുമ്പോൾ, ശരിയാണ്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് പക്വതയൊക്കെ എത്തിയിട്ടുണ്ട്, എൻ്റെ ചെലവിനാണ് അവർ കഴിയുന്നത്, ശരിയാ. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ അവരോടൊന്ന് പറയണം, ഉമ്മ പോരുണ്ടോ, നിങ്ങൾ പോവാണ്, കുറച്ച് നേരത്തെ പറഞ്ഞാൽ മതി, പോരുണ്ടോ, നമുക്കൊന്ന് പോയിക്കൂടെ, ഇന്ന സ്ഥലത്തേക്കൊന്ന് യാത്ര ചെയ്യാണ്, യാത്രയ്ക്ക് പറ്റുമെങ്കിൽ ഉമ്മയും ഉമ്മാനെയും കൂടെ, ഉമ്മയോ ഉപ്പയോ അവരെ കൂടെ കൂട്ടണം. ഇനി അതല്ല, അല്ലെങ്കിൽ അവരുടെ അനുവാദം തേടണം, അവരോട് പറയണം, ഞങ്ങൾ പോയിട്ട് വരട്ടോ എന്ന് പറയണം. ആ രൂപത്തിൽ അവരുടെ സാമീപ്യം, അവരുടെ സന്തോഷം ഒക്കെയുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇല്ലാതെയായാലേ അതിൻ്റെ വേദന അറിയൂ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേ നമുക്കൊരു പ്രത്യേകമായ, അവിടെ ഒരാളുണ്ടെങ്കിൽ, ആ സിറ്റ് ഔട്ടിൽ ഒരാളുണ്ടെങ്കിൽ അതൊരിക്കലും വിശദീകരണത്തിനും അപ്പുറത്താണ്. ഒന്ന് സലാം പറഞ്ഞ് കയറി ചെല്ലാൻ ഒരാളുണ്ടെങ്കിൽ, എത്ര വലിയ വീടായാലും അല്ലെങ്കിലും അത് നഷ്ടപ്പെട്ടാൽ അവസാനിച്ചു സഹോദരങ്ങളെ, ആ വീട് ശൂന്യമാണ്. അതുകൊണ്ടുള്ള സമയത്ത്, അവസാനിച്ചിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ട് അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഉള്ള സമയത്ത് എന്ത് ചെയ്യണം? അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയാം. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ടെങ്കിൽ പോകണം, അവരുടെ ഖബറിങ്കൽ പോകണം, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം. എൻ്റെ പള്ളിയിലെ ഖബർസ്ഥാനൊന്നുമില്ല, അത് മറ്റോരോ പള്ളിയിലല്ലേ, ആയിക്കോട്ടെ സഹോദരങ്ങളെ. നമ്മുടെ ഉമ്മയോ ഉപ്പയോ വല്ലുമ്മയോ ഒക്കെ മറമാടിയ ഖബർസ്ഥാനുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോകണം. എന്നിട്ട് അവിടെ പോയി ഒന്ന് ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി ഒന്ന് ഇസ്തിഗ്ഫാർ നടത്തണം. ഇതൊക്കെ പ്രത്യേകമായി സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബന്ധു വീടുകളൊക്കെ നമ്മൾ സന്ദർശിക്കണം. കുടുംബ ബന്ധം ചേർക്കുക എന്നത് വലിയ പുണ്യമുള്ള വിഷയമാണ്, വലിയ പുണ്യമാണ്. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതുകൊണ്ട് ബന്ധുക്കളെ, ഉമ്മയുടെ ബന്ധുക്കളുണ്ടാകും, പലപ്പോഴും അനുഭവങ്ങളുണ്ടല്ലോ. നമ്മുടെ ഉമ്മാക്കൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് ചെല്ലണം. എന്നിട്ട് നമ്മൾ അവരെ കയറ്റി നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് കൊണ്ടുപോകണം. അവർക്ക് ആഗ്രഹമുണ്ടാകും. ചിലപ്പോൾ അവർ നമ്മളോട് പറയില്ല. കാരണം ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കളും കയറി എന്നാൽ തന്നെ കാറ് ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ അവർക്കിടയിൽ പോയിട്ടൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഉപ്പൊന്നും നമ്മളോട് പറയില്ല. പക്ഷേ അവരോട് നമ്മൾ ചോദിക്കണം,
അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുണ്ട് എന്ന് അവരുടെ ആ ഒരു രീതിയിൽ നിന്ന് മനസ്സിലാക്കിയാൽ നിർബന്ധപൂർവ്വം തന്നെ കൊണ്ടുപോകണം. ചിലപ്പോൾ അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ അവർ പറയും ആ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പോയിട്ട് വാ. പക്ഷെ ആ പറച്ചിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അവർക്ക് ആഗ്രഹമുണ്ടോ ഇല്ലയോ. എങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂട്ടണം സഹോദരങ്ങളെ. നമ്മുടെ ബന്ധുവീടുകളൊക്കെ സന്ദർശിക്കണം. അക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സമ്മാനങ്ങൾ നൽകുക എന്നത് അള്ളാഹുവിൻ്റെ ഹബീബിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്, സുന്നത്താണ്. വലിയ സമ്മാനമൊന്നും വേണമെന്നൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ അയൽ വീട്ടിലേക്കൊന്ന് പോകാം, തൊട്ടടുത്ത നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലേക്കൊന്ന് പോകാം, നമ്മളെ ആ പ്രദേശത്തൊക്കെ ഒന്ന് ഇങ്ങനെ നടക്കാം. അപ്പം നമ്മളെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയൊരു മിഠായി പൊതി മതി, അവിടുത്തെ മക്കൾക്ക് അത് സന്തോഷമാകും അല്ലേ. നമ്മൾ പറയും ഇതൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ അവർക്ക് എന്തിനാ, അല്ല അത് മതി, നമുക്ക് സുന്നത്ത് കിട്ടി, അവർക്കൊരു സന്തോഷവുമായി. ഒരു പക്ഷെ ആ മോനൊന്ന് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി നമുക്ക്. അതുകൊണ്ട് ആ രൂപത്തിൽ സമ്മാനങ്ങൾ കൈമാറും. വലിയ സമ്മാനങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. നമുക്ക് പറ്റുന്ന സമ്മാനങ്ങൾ എന്താണോ, കഴിയുന്ന സമ്മാനങ്ങൾ എന്താണോ, അതൊക്കെ സഹോദരങ്ങളെ നമ്മളൊക്കെ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ മഹല്ലുണ്ടല്ലോ, നമ്മുടെ പള്ളിയുണ്ടല്ലോ, അവിടേക്കൊക്കെ ഒന്ന് പോകണം. ചില ആളുകളൊക്കെ പോയിട്ട് വന്നിട്ട് പറയും എനിക്കതിനൊന്നും സമയം കിട്ടിയില്ല, എനിക്ക് പോയിട്ട് ഒന്നിനും സമയം കിട്ടിയില്ല. ശരിയാ, ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോണത്. എണ്ണിച്ചുട്ടപ്പം പോലെ 28ഓ 30ഓ ദിവസമായിരിക്കും നമ്മുടെ കൈകളിൽ. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. പക്ഷേ അതിനിടയിലും ഇപ്പറഞ്ഞതിന് സമയം കണ്ടെത്തണം. സാധാരണ ആളുകൾ പ്രവാസികളെ കുറിച്ചൊരു വർത്തമാനമുണ്ട്, നാടൻ വർത്തമാനമുണ്ട്. അവനിപ്പോൾ നമ്മളൊന്നും വേണ്ട, അവനിപ്പോൾ പോയി രണ്ടുണ്ടാക്കിയപ്പോൾ അവൻ എങ്ങനെ നടന്നോനാ നമുക്കറിയാലോ. നമുക്കങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ലെങ്കിലും അങ്ങനെ പറയുന്ന രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളോ പെരുമാറ്റങ്ങളോ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകം സഹോദരങ്ങളെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ മഹല്ലിനെ നമ്മളൊന്ന് പരിഗണിക്കണം. അവിടേക്കൊന്ന് പോകണം, ആ മഹല്ലിൻ്റെ ആളുകളെ ഒന്ന് കാണണം. ചിലപ്പോൾ നമുക്കെന്താ പേടിയെന്നറിയോ, നമുക്കെന്ന് പറഞ്ഞാൽ പല ആളുകൾക്ക് പേടിയെന്നറിയോ, പോയാൽ പിന്നെ സംഭാവന ചോദിക്കുമെന്നാണ്. പള്ളിക്ക് എന്തെങ്കിലും അല്ലേ ഉണ്ടെങ്കിൽ കൊടുത്ത സഹോദരങ്ങളെ, അള്ളാൻ്റെ പള്ളിക്കല്ലേ. ഇവിടെ അധികം കാലമൊന്നുമില്ലല്ലോ. എത്ര കാലം അള്ളാഹു ആയുസ്സിട്ട് തന്നാലും കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ട നമ്മുടെ പ്രദേശമല്ലേ അത്. അവിടെ ആ പള്ളി നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ, നമ്മുടെ തലമുറക്ക് വേണ്ടിയല്ലേ, ആ പ്രദേശത്തിൻ്റെ പ്രകാശമല്ലേ ആ നാട്ടിലെ പള്ളിയും മദ്രസയും. അത് നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ. എന്നിട്ട് നമുക്ക് അവസാനം എല്ലാം കഴിഞ്ഞ് വടിയും കുത്തിപ്പിടിച്ച് പോകാനുള്ള ഒരു പള്ളിയായി മാത്രം കാണുന്ന ഒരു രീതി നമ്മൾ സ്വീകരിക്കരുത്. നമ്മൾ ആ പള്ളിയിലേക്കൊന്ന് പോകണം, അവിടുത്തെ ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെടണം. ഇന്ന് മീഡിയകളൊക്കെ ഉണ്ടല്ലോ, ആ മീഡിയയിൽ എന്നെയും കൂടി ചേർക്കണം എന്നൊക്കെ പറയാം അവരോട്. ഒരു പക്ഷേ നമ്മളൊന്നും അവരറിയില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ ഗൾഫാരനൊക്കെ അല്ലേ, അവൻ്റെ അടുത്തേക്ക് അങ്ങനെ പോകും, അവൻ വിചാരിച്ചാലോ അവനെ പരിചയപ്പെട്ടാൽ സംഭാവനയ്ക്ക് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ നമ്മളെ അടുത്തേക്ക് വന്നോളണമെന്നില്ല. നമ്മുടേതാണ് ആവശ്യമെന്ന് മനസ്സിലാക്കി ആ മഹല്ലിൻ്റെ അടുത്തേക്കും ആ ആളുകളിലേക്കൊക്കെ ഒന്ന് ചെല്ലാനും അവരുമായിട്ടൊക്കെ ഒന്ന് പരിചയം പുതുക്കാനും സാധിക്കണം. പ്രദേശത്ത് മക്കളൊക്കെ ഉണ്ടാകും, ചെറിയ മക്കൾ. നാട്ടിലുള്ള ആളുകൾ പോലും പറഞ്ഞതായി പലപ്പോഴും അനുഭവമുണ്ട്. തൊട്ടടുത്ത അയൽവാസിയുടെ മോനെ പോലും അറിയില്ല. തൊട്ടടുത്തേ അയൽവാസിയുടെ മോനെ, ഇത് ഏതാ കുട്ടി? അപ്പം നമുക്ക് വേറൊരുത്തം പറഞ്ഞുതരാം, ഇത് ഇന്ന ആളുടെ വീട്ടിൽ, അതെൻ്റെ അപ്പുറത്തെ വീട്ടിൽ തോന്നാണല്ലോ. എന്തേ, നമുക്ക് അവനെക്കുറിച്ച് അറിയില്ല. ഈ പറഞ്ഞതൊന്നും എല്ലാം നടന്നോളണമെന്നില്ല കേട്ടോ. പക്ഷെ നമ്മളതിന് ശ്രദ്ധിക്കണം, അത് നമ്മൾ സമയം ഉണ്ടാക്കണം. എന്നിട്ട് ഈ രൂപത്തിൽ സഹോദരങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാം കഴിഞ്ഞ് പല കാര്യങ്ങളും പ്രയോറിറ്റി ഇല്ലാതെ പല കാര്യങ്ങളും കണ്ടതിനും തോന്നുന്നതിനൊക്കെ ചെയ്തിട്ട് അവസാനം തിരിച്ചു വന്നിട്ട് പറയും. ഇങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, വന്ന ദിവസം രാത്രി ഇങ്ങനെ കിടക്കുമ്പോഴേ എന്തൊക്കെ ആലോചിച്ച് പോയതാ, ഒന്നും നടന്നില്ല. തൊട്ടടുത്ത അയൽവാസിയുടെ വീട്ടിൽ പോലും പോകാൻ പറ്റിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയങ്ങളെ. അങ്ങനത്തെ പറയുന്നൊരവസ്ഥ സഹോദരങ്ങളെ നമുക്കുണ്ടാകരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തുന്ന വിവരം വീട്ടുകാരെ അറിയിക്കണം. നമ്മൾ വീട്ടിലേക്ക് എത്തുന്നതേ ഇന്ന് സർപ്രൈസ് കൊടുക്കലാണ്. അങ്ങനെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഭാര്യ നാട്ടിലാണെങ്കിൽ, നമ്മുടെ ഇണകൾ നാട്ടിലാണെങ്കിൽ നേരത്തെ വിളിച്ചു പറയണം, ഞാൻ വരുന്നുണ്ട് എന്ന് പറയണം. ഇന്ന് വീഡിയോ എടുത്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യലും റീൽസ് ഉണ്ടാക്കലൊക്കെയാണ് പല ആളുകൾക്കും. ശരിയല്ലെന്നാണ് ഹദീസുകൾ പോലും ആ വിഷയത്തിൽ കാണാൻ കഴിയും. വീട്ടിലേക്ക് നിങ്ങൾ അറിയിക്കാതെ ചെല്ലരുത് എന്നാണ്. ഇദാ ഖദിമ അഹദുക്കും ലൈലൻ ഫലയഅതിയന്ന അഹ്ലക തുറൂകൻ. ദീർഘയാത്ര കഴിഞ്ഞ് നിങ്ങൾ ആരും വീട്ടിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലരുത്. ഹത്താ തസ്തഹിദ്ദൽ മുഗീബതു വതംതശിത ശൈസതു. നിങ്ങളുടെ ഇണക്ക് വൃത്തിയാകാനും ഒരുങ്ങാനും സമയം കൊടുക്കണം. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യതുറുക റജുലു അഹ്ലഹു ലൈല. ഒരാൾ രാത്രിയിൽ ഓടിച്ചെന്ന് കതകിൽ മുട്ടി വിളിക്കുന്നത്, പെട്ടെന്ന് കവാടം മുട്ടുന്നത് റസൂലുള്ള നിരോധിച്ചിട്ടുണ്ട്. കണ്ടോ, ദീർഘയാത്ര കഴിഞ്ഞ് നാട്ടിലില്ല, ഹസ്ബൻഡ് നാട്ടിലില്ല, അദ്ദേഹം പിന്നെ ആ പ്രദേശത്തൊന്നുമില്ല, വിദേശത്താണ്.
എന്ന് വിചാരിച്ച് രാത്രി ഇങ്ങനെ നിൽക്കുമ്പോൾ 2 മണിക്ക് കോളിംഗ് ബെല്ല് തുറന്നു നോക്കുമ്പോൾ എന്നിട്ട് വീഡിയോ എടുക്കാൻ വേറെ ആളുണ്ടാവും അല്ലേ? അതൊന്നും പാടില്ല. പ്രത്യേകിച്ച് ഇണകൾ നാട്ടിലുണ്ടെങ്കിൽ അത് ഇതൊക്കെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ ഹബീബ് ഈ വിഷയത്തിൽ ഇത്ര ഗൗരവത്തോടുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യാത്ര തിരഞ്ഞെടുക്കുന്ന ദിവസം ഏത് ദിവസവും യാത്രയാവാം, പ്രശ്നമൊന്നുമില്ല, നമുക്ക് സൗകര്യമുള്ള ഏത് ദിവസവും ആവാം. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ദിവസം വ്യാഴാഴ്ചയായിരുന്നു എന്നതാണ്. യാത്രക്ക് റസൂലുള്ളാഹി തെരഞ്ഞെടുത്തിരുന്നത് കൂടുതലും മറ്റു ദിവസങ്ങളിൽ യാത്ര പോയിട്ടില്ലെന്നല്ല, യാത്രയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തിട്ടുള്ളത് വ്യാഴാഴ്ചയായിരുന്നുവെന്ന് ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഞാൻ ഹദീസുകൾ വായിക്കുന്നില്ല, ഒന്നിലേറെ ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, യാത്രയ്ക്കൊരു അമീർ ഉണ്ടാവണം. ഒരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കുടുംബനാഥനുണ്ടാവും. അതല്ല ഒരു ടീമായിട്ട് പോവുകയാണെങ്കിൽ അതിനൊരു അമീർ ഉണ്ടാകണം, അത് സുന്നത്താണ്. അതുപോലെ തന്നെ ഒരു യാത്ര പുറപ്പെട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തും മുമ്പേ വഴിയിലിറങ്ങിയാൽ, നമ്മളിപ്പോൾ വഴിയിലിറങ്ങി, വഴിയെന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഒരു സ്ഥലം ഉദ്ദേശിച്ചാണ് പുറപ്പെടുന്നത് നമ്മളെ നാട്ടിലേക്ക്, പക്ഷേ നമ്മൾ പോകുന്നത് ഡയറക്റ്റ് അല്ല, വേറെ സ്ഥലത്തിറങ്ങാണ്. അങ്ങനെ വന്നാൽ സഹോദരങ്ങളെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ എത്തിയാൽ നിങ്ങൾ ദുആ ചെയ്യണം, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവേ, നിന്റെ സമ്പൂർണമായ നാമങ്ങൾ കൊണ്ട് എന്തൊക്കെ തിന്മകളുണ്ടോ അതിൽ നിന്നൊക്കെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. കാരണം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്, പരിചയമില്ലാത്ത പ്രദേശമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ എത്ര ആൾ കൂടെ ഉണ്ടായാലും അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണ്. തിന്മയിലേക്ക് പോകാതിരിക്കാൻ പടച്ചറബിൻ്റെ സഹായം ആവശ്യമാണ്. ആക്രമിക്കപ്പെടാതിരിക്കാൻ അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് ആ വിഷയം ശ്രദ്ധിക്കണം. അവസാനിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, യാത്ര ചോദിക്കൽ സുന്നത്താണ്. യാത്ര പോകുന്ന വ്യക്തി മറ്റുള്ളവരോട് യാത്ര ചോദിക്കൽ സുന്നത്താണ്. കഴിയുമെങ്കിൽ ഏറ്റവും അടുത്തവരോടെങ്കിൽ നമ്മൾ യാത്ര പറയണം. ചിലപ്പോൾ ഉണ്ടല്ലോ, പോയി വന്നിട്ടാണ് നമ്മൾ എന്താ പറയുക, ഞാൻ എത്തിയിട്ടോന്ന്, അപ്പോൾ ചോദിക്കുന്നു എവിടെ പോയിന്ന്, അല്ലേ? അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവരുത്. സുഹൃത്തുക്കളോടൊക്കെ ഏറ്റവും അടുത്തവരോടൊക്കെ നമ്മൾ പറയണം യാത്ര പോകുന്നു. അങ്ങനെ പോകുമ്പോൾ യാത്ര പോകുന്ന വ്യക്തി പ്രാർത്ഥിക്കണം, അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തളീഉ വദാഇഅഹു. പ്രാർത്ഥിക്കണം. യാത്ര പോകുന്ന വ്യക്തി പ്രാർത്ഥിക്കണം, അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തളീഉ വദാഇഉഹു. ഞാനിതാ നിങ്ങളുടെ കാര്യം അള്ളാഹുവിൽ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിച്ചേൽപ്പിച്ച ഒരു കാര്യവും അള്ളാഹു പാഴാക്കി കളയുകയില്ല. ഇത് പോകുന്നവൻ പ്രാർത്ഥിക്കേണ്ടതാ. എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ ഈ പ്രാർത്ഥന പഠിച്ചു വെച്ചോ. കുറേ പ്രാർത്ഥന പഠിക്കണം. ഹജ്ജിന് ഉംറക്കുള്ളതിനേക്കാളും പ്രാർത്ഥന പഠിക്കണം നാട്ടിലേക്ക് പോകുമ്പോൾ, കേട്ടോ. അതൊക്കെ പഠിക്കണം. ഇനി ഒരാൾ യാത്ര ചോദിച്ചാൽ ആരോടാണോ യാത്ര ചോദിച്ചത് അവൻ പ്രാർത്ഥിക്കണം, തിരിച്ചു ദുആ ചെയ്യണം. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. അങ്ങനെ പ്രാർത്ഥിക്കണം. യാത്ര പോകുന്നവൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ ഒരാൾ നമ്മളോട് യാത്ര ചോദിച്ചാൽ നമ്മൾ അയാളെ യാത്രയാക്കേണ്ടത് ഹായ് എന്നാ പോയിട്ട് വാ, അങ്ങനല്ല, അല്ലേ? പിന്നെന്താ, അസ്തൗദിഉല്ലാ. ഇന്നിപ്പോൾ സുഖമാണ് സഹോദരങ്ങളെ, ഒന്ന് അസ്തൗദിഉല്ലാ അടിച്ചു കൊടുത്താൽ മതി, ബാക്കി ഇങ്ങനെ വന്നോളും, അല്ലേ? എന്നിട്ട് പോലും അത് പറയാനും ടൈപ്പ് ചെയ്യാനൊന്നും, അതൊക്കെ സ്റ്റിക്കറാക്കി വെച്ചേക്കാം നമ്മൾ, അതൊക്കെ ഒഴിവാക്കുക പരമാവധി. ശരി, ഇതൊക്കെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ അല്ലെങ്കിൽ യാത്ര പുറപ്പെടാൻ ഏത് ദീർഘയാത്രയായാലും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു തന്നൊരു അനുഗ്രഹമാണിതെല്ലാം. ഇതൊക്കെ പടച്ച റബ്ബ് തന്നൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് റബ്ബിന് ഇഷ്ടപ്പെട്ട രൂപത്തിലായാൽ ഓരോ സെക്കൻഡുകളും നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. ആ രൂപത്തിൽ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തൊരുമിക്കൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തിന്മകളും തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെയൊക്കെ പലരുടെയും ഉമ്മമാർ ഉപ്പമാർ, അള്ളാഹുവേ, അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്,
രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, മാനസികമായും സാമ്പത്തികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത പല സുഹൃത്തുക്കളുമുണ്ട്. അള്ളാഹുവെ, ഞങ്ങളുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധ മാസത്തിലേക്കാണ് ഞങ്ങൾ പ്രവേശിച്ചിട്ടുള്ളത്. ഈ മാസത്തിൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള അമലുകൾ ചെയ്യാൻ, നിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ, നീ ഇഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹുവെ നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധമായ ഹജ്ജിന് എത്തിപ്പെട്ട, അതിന് തയ്യാറെടുക്കുന്ന, അതിന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ വർഷം അവിടെ എത്തിപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും ഹജ്ജ് മഖബൂലും മബ്റൂറുമായ രൂപത്തിൽ നീ സ്വീകരിക്കണം റഹ്മാനെ. അവരാർക്കൊക്കെ വേണ്ടിയാണോ ദുആ ചെയ്യുന്നത്, ആ പ്രാർത്ഥന മുഴുവൻ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പരിശുദ്ധ കർമ്മം നിർവഹിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.